ഇന്ന് ജനുവരി 1-ാം തീയതി നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇന്നൊരു സിനിമാ പ്രേമികളുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു അഭിനേത്രി വിദ്യാബാലൻ്റെ പിറന്നാളാണെന്നുണ്ട്. അപ്പോൾ വിദ്യാബാലനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. വിദ്യാബാലൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ വരും. അവർ ശരിക്കും ഒരു തമിഴ് ബ്രാഹ്മിൺ ഫാമിലിയിലാണ് ജനിച്ചത്. പക്ഷെ കൂടുതലും ഹിന്ദി സിനിമകളൊക്കെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ ബോംബെയിലെ ജനനം, അവർക്ക് ചെറുപ്പം മുതലേ സിനിമയോടുള്ള വളരെ താല്പര്യം, മാധുരി ദീക്ഷിത്തിൻ്റെയും ഷബാന ആസ്മിയുടെയൊക്കെ വലിയൊരു ഫാനായിരുന്നു. അങ്ങനെ ഏകദേശം 16 വയസ്സുള്ളപ്പോഴാണ് അവർ ഒരു സീരീസ്, അന്നത്തെ ഒരു TV സീരീസ് എന്ന് തന്നെ പറയാം, എക്താ കപൂറിൻ്റെ ഒരു സീരീസ് ഹം പാഞ്ച് എന്ന് പറയുന്ന ഒരു സീരീസിലാണ് അവർ അഭിനയിച്ചു തുടങ്ങുന്നത്. അത് അത്യാവശ്യം അന്ന് കുറേ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു സീരീസായിരുന്നു. അപ്പോൾ ഇവർ പഠിത്തം, ഇവിടെ സ്കൂൾ പഠനം കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു സമയമാണ്. അത് കഴിഞ്ഞിട്ട് തന്നെ അവർക്ക് വേറെയും ഓഫേഴ്സൊക്കെ വന്നിരുന്നെങ്കിൽ കൂടി അവർ പഠിത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് മതി എന്നുള്ള രീതിയിൽ അവർ പിന്നീട് ഒരു TV സീരിയൽ ആ ഒരു ഇതിലോട്ട് അവർ പോയില്ല. ഒരു പക്ഷെ അന്ന് അവർ അതിലോട്ട് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ TV സീരിയലിൻ്റെ ആ ഒരു എന്താ പറയുക കുത്തകയിൽ പെട്ടുപോവുക, ആ ഒരു ഇതിലൊക്കെ പെട്ടുപോകുക എന്ന് പറയില്ലേ, അങ്ങനെയൊക്കെ പെട്ടുപോകേണ്ടതായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. അവിടെ വെച്ചിട്ട് അവരത് തൽക്കാലമായിട്ടെങ്കിലും അവർ ആ അഭിനയത്തിന് അന്ന് അവരവിടെ ഒരു എന്താ പറയുക ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു. അഭിനയം മാത്രമല്ല, ചെറുപ്പം മുതൽ അവർക്ക് മറ്റ് കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ താല്പര്യമുണ്ട്. അത് അവർ കർണാട്ടിക് മ്യൂസിക്, ഭരതനാട്യം, കഥക് ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു കർണാട്ടിക് മ്യൂസിക് അത്യാവശ്യം ഒരു പ്രൊഫഷണലായിട്ട് എവിടെ പോയിട്ട് തന്നെയാണ് അവർ പഠിച്ചിരിക്കുന്നത്. പിന്നെ പ്രിയാമണി, നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട നടി പ്രിയാമണി അവരുടെ കസിനാണ്. അതായത് പ്രിയാമണിയുടെ ഗ്രാൻഡ് ഫാദറും ഇവരുടെ ഗ്രാൻഡ് ഫാദറും ബ്രദേഴ്സാണ്. പക്ഷേ ഇവരങ്ങനെ അത്ര വലിയൊരു അടുപ്പൊന്നുമില്ല. ഇവർ പലപ്പോഴും എനിക്ക് തോന്നുന്നു പ്രിയാമണിയോ വിദ്യാബാലൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളങ്ങനെ റെഗുലറി കാണുകയോ വിളിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ വിദ്യാബാലൻ്റെ അച്ഛനുമായിട്ട് പ്രിയാമണി ഫോണിലൊക്കെ സംസാരിക്കാറുണ്ട്. അങ്ങനെയാണ്. കാരണം അവർ രണ്ടുപേരുടെയും ജീവിതം രണ്ട് തരത്തിലേക്കായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ പഠിത്തം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്തെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഈ സീരിയലൊക്കെ അഭിനയിച്ച് 96 ഈ ഒരു സീരിയലിൽ ഇവർ അഭിനയിക്കുന്ന എക്താ കപൂറിൻ്റെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട് 2000 ഒക്കെ ആയപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ചക്രം എന്ന് പറയുന്ന ഒരു സിനിമ. അന്ന് അത് ഭയങ്കര ഒരു വലിയൊരു അനൗൺസ്മെൻ്റ് ആയിരുന്നു. അതായത് മോഹൻലാലും ദിലീപും ഒന്നിക്കുന്നു. അതിനു മുമ്പ് ഇവർ മോഹൻലാലും ദിലീപും വർണ്ണപ്പകിട്ട് എന്നുള്ള സിനിമയിലൊക്കെ ഒന്നിച്ചിട്ടുണ്ട്. പക്ഷേ ദിലീപ് ജോക്കറും തെങ്കാശി പട്ടണമൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ഒരു സ്റ്റാറായി നിൽക്കുന്ന ഒരു എന്താ പറയുക ഒരു സ്റ്റാർഡത്തിലേക്ക് ഇങ്ങനെ കയറി മുന്നേറിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും മോഹൻലാലുമായി ഒന്നിക്കുന്നു. കമൽ ലോഹിദാസ് കൂട്ടുകെട്ട് എല്ലാവർക്കും അറിയാം. ആ ഒരു സിനിമയുടെ അനൗൺസ്മെൻ്റ് ഒക്കെ അങ്ങനെ ഭയങ്കര ഒരു പ്രതീക്ഷയായിരുന്നു. അത് 2001 അത്. പക്ഷേ അന്ന് ആ ഒരു സിനിമ ഷൂട്ട് തുടങ്ങിയിട്ട് മുടങ്ങിപ്പോയി. അന്ന് നായികയായിട്ട് ആ ഒരു സിനിമയിലേക്ക് വന്ന ആളാണ് വിദ്യാബാലൻ. ആദ്യമായിട്ട് വിദ്യാബാലന് ഒരു സിനിമയിലെ അവസരം കിട്ടുന്നതും വിദ്യാബാലനെ അഭിനയിക്കുന്നതൊക്കെ ചക്രത്തിലായിരുന്നു. ഷൂട്ട് തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ആ സിനിമ മുടങ്ങിപ്പോയത്. അതിൻ്റെ പല കാരണങ്ങളുണ്ട്. സംവിധായകൻ കമലൊക്കെ പലപ്പോഴും പല ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ലോഹിദാസിൻ്റെ ഒരു സ്ക്രിപ്റ്റും പിന്നീട് സ്ക്രിപ്റ്റ് മാറ്റി എഴുതുന്നതും അത് പലപ്പോഴും കമലിന് അത് തൃപ്തി വരാത്തതും മോഹൻലാലിന് തൃപ്തി വരാത്തൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട് അതിനെക്കുറിച്ച്. എന്തായാലും ആ സിനിമ അന്ന് ഡ്രോപ്പായി. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ലോഹിദാസ് ആ സിനിമ വീണ്ടും പൊടി കെട്ടിയെടുത്തു. അന്ന് പൃഥ്വിരാജും ജയസൂര്യനെ വെച്ചായിരുന്നു അന്ന് പ്ലാൻ ചെയ്തിരുന്നത്. അന്ന് ഇവർ ഈ സ്വപ്നക്കൂടൊക്കെ ചെയ്യുന്നൊരു സമയമായിരുന്നു. അതായത് പൃഥ്വിരാജും ജയസൂര്യൻ സിനിമയിലേക്ക് വന്ന് അവരുടെ തുടക്കകാലത്തെ സമയം. പക്ഷേ പിന്നീട് ജയസൂര്യ പുലിവാൽ കല്യാണം എന്ന് പറഞ്ഞ സിനിമയുടെ തിരക്കാക്കിയപ്പോഴാണ് അത് മാറിയിട്ട് വിജീഷ് വന്നത്. പിന്നീട് ആ റോളിലേക്ക് മീര ജാസ്മിൻ വിദ്യാബാലൻ്റെ റോളിലേക്കൊക്കെ വന്നു. അപ്പം അങ്ങനെ ആ സിനിമ ആ വഴിക്ക് പോയി. പക്ഷെ അന്ന് ഈ ഒരു സിനിമ സംഭവിക്കാതിരുന്നപ്പോൾ തന്നെ ഈ സിനിമാ ലോകം അന്ധവിശ്വാസത്തിൻ്റെ ഒരു ലോകമാണെന്ന് പറയുന്നതുകൊണ്ട് തന്നെ വിദ്യാബാലന് ഒരു അൺലക്കിയാണ് വിദ്യാബാലൻ എന്നുള്ള ഒരു ടോക്ക് വന്നു. ഇത് കഴിഞ്ഞിട്ട് ഇവർ ഈ ചക്രം ചെയ്യുന്ന സമയത്ത് തന്നെ ഏകദേശം 10ഓളം സിനിമകളിലേക്ക് സൈൻ ചെയ്തിരുന്നായിരുന്നു. ചക്രത്തിലോട്ട് വന്നപ്പോൾ ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു നായിക എന്ന് പറഞ്ഞിട്ട് അതെല്ലാം മാറിപ്പോയി. പിന്നെ ഇവർ മലയാളത്തിൽ തന്നെ കളരി വിക്രമൻ എന്ന് പറഞ്ഞ മുകേഷിൻ്റെ നായികയായിട്ട്, അത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലേക്ക് അന്നത്തെ ചില സ്റ്റിൽസൊക്കെ കാണാം. അതും ഇതുപോലെ തന്നെ ഷൂട്ട് തുടങ്ങി നിന്നതാണോ അതോ ഷൂട്ട് തീർത്തതാണോ എന്ന് എനിക്ക് കറക്റ്റ് ആയിട്ടില്ല. എന്തായാലും ആ സിനിമയും റിലീസായില്ല. ആ സിനിമയും പൂർണ്ണമായില്ലെന്ന് തോന്നുന്നു. എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനൊന്നും നടന്നില്ല എന്ന് തോന്നുന്നു. ആ സിനിമയും ഡ്രോപ്പായി. അങ്ങനെ മലയാളത്തിൽ ഈ പറഞ്ഞ 2 സിനിമകളും ഇവർക്ക് ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ സംഭവിച്ചു. ഇത് കഴിഞ്ഞ് തമിഴിലെ ഒരുപാട് ഹിറ്റായ സിനിമകൾ ഇതേപോലെ തന്നെ ഇവരെ പ്ലാൻ ചെയ്ത് ഇവർ അഭിനയിക്കേണ്ടിരുന്ന കുറേ സിനിമകളുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു മാധവൻ്റെ റൺ എന്ന് പറയുന്ന ഒരു സിനിമ. അതിൽ ഏകദേശം ഇവരെ ഫോട്ടോഷൂട്ട് വരെ നടത്തിയിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞിട്ടാണ്
എന്തോ കാരണങ്ങൾ കൊണ്ട് വിദ്യാ ബാലനെ മാറ്റിയിട്ടാണ് അതിലോട്ട് മീര ജാസ്മിൻ വന്നത്. പിന്നെ ബാല എന്ന് പറയുന്ന ഒരു തമിഴ് സിനിമ, അതിലും ഇതുപോലെ തന്നെ ഇവരെ കാസ്റ്റ് ചെയ്തതാണ്. പിന്നീട് അത് മാറിയിട്ട് അതിലോട്ട് മീര ജാസ്മിനാണ്. ശ്യാം എന്ന് പറഞ്ഞ നടനായിരുന്നു അതിലെ നായകൻ. പിന്നെ മനസ്സെല്ലാം എന്ന് പറയുന്ന ഒരു സിനിമ, അത് ശ്രീകാന്ത്, ഏപ്രിൽ മാദത്തിലും റോജാക്കൂട്ടമൊക്കെ ചെയ്ത ശ്രീകാന്ത് അന്നിങ്ങനെ ഒരു എന്താ പറയുക, ഒരു കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള റോളുകളൊക്കെ ചെയ്യുന്ന ഒരു നടനായി കയറി വരുന്നൊരു സമയമാണ്. അതിലും ഇതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു അതിൽ അഭിനയിച്ചിട്ടുണ്ട് തോന്നുന്നു കുറച്ച് ദിവസം. അതിലും അവസാനം വിദ്യാ ബാലനെ മാറ്റിയിട്ട് ആ റോള് ചെയ്തത് തൃഷയാണ്. ഇങ്ങനെ ഒരു പിടി സിനിമകളിൽ ഇവരെ അഭിനയിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഇവരെ അഭിനയിക്കാമെന്ന് ഏറ്റിട്ട് ഇവരെ മാറ്റേണ്ട ഒരു അവസ്ഥ വന്ന് മുഴുവനും ഇൻഡസ്ട്രി മുഴുവനും അല്ലെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രി മുഴുവനും ഇവർ ശരിയല്ല, അതായത് ഒരു എന്തോ ഒരു അൺലക്ക് ഫാക്ടർ ഇവർക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ ഇവരെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയാണ് പിന്നീട് സംഭവിച്ചത്. അന്ന് ബോളിവുഡിൽ പരസ്യ മേഖലയിൽ ഭയങ്കര പ്രശസ്തനായിട്ടുള്ള ഒരു സംവിധായകനായിരുന്നു പ്രദീപ് സർക്കാർ. അദ്ദേഹം ഒരുപാട് പരസ്യങ്ങളും ജിംഗിൾസും അതുപോലെ തന്നെ മ്യൂസിക് വീഡിയോസും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അതായത് പല ഹിന്ദി സിനിമകളുടെയൊക്കെ മിഷൻ കാശ്മീർ എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ ഉൾപ്പെടെയുള്ള കുറച്ച് ഹിന്ദി സിനിമകളുടെയൊക്കെ ചില മ്യൂസിക് വീഡിയോസ് ഇതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊക്കെ അത് ഡയറക്റ്റ് ചെയ്തിരുന്ന ഒരു സംവിധായകനായിരുന്നു പ്രദീപ് സർക്കാർ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പരസ്യങ്ങൾ, എനിക്ക് 100ഓളം പരസ്യങ്ങൾ വിദ്യാ ബാലൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നീട് പ്രദീപ് സർക്കാറിനെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി വിനോദ് ചോപ്ര എന്ന് പറയുന്ന പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ ആയ അദ്ദേഹമാണ് പ്രദീപ് സർക്കാരിനൊരു ഓഫർ കൊടുത്ത് സിനിമ സ്വതന്ത്രമായിട്ട് സംവിധാനം ചെയ്യുന്നുണ്ട്. ആ ഒരു സിനിമ അദ്ദേഹം സംവിധാനം ചെയ്യുമ്പോൾ അതിൽ നായികയായിട്ട് വിദ്യാ ബാലനെയാണ് കാസ്റ്റ് ചെയ്തത്. ആ ഒരു സിനിമയായിരുന്നു പരിണീത എന്ന് പറയുന്ന സിനിമ. ഈ പരിണീതയ്ക്ക് മുമ്പ് തന്നെ ഇവർ ഒരു ബംഗാളി സിനിമയിലാണ് ആദ്യം അഭിനയിക്കുന്നത്. ബലോ തേക്കോ എന്ന് പറയുന്ന ഒരു ബംഗാളി സിനിമയിൽ അഭിനയിച്ച് അതിൽ അത്യാവശ്യം അവർക്ക് നല്ലൊരു പേര് കിട്ടി. പിന്നെ അതിനെന്തോ ചില ചാനൽസിൻ്റെ ചില അവാർഡ്സ് ഒക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അതിലൊരു ശ്രദ്ധിക്കപ്പെട്ട സമയത്താണ് പിന്നീട് ഈ പരിണീത വന്നു കഴിഞ്ഞപ്പോഴാണ് അതിലേക്ക് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ പരിണീതയുടെ അതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ സമയത്ത് പറഞ്ഞാൽ അന്ന് സെയ്ഫ് അലി ഖാനും അഭിഷേക് ബച്ചനെയായിരുന്നു അന്ന് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ പിന്നീട് അത് മാറിയിട്ടാണ് സഞ്ജയ് ദത്തും, അതായത് അഭിഷേക് വെച്ചിരുന്ന റോളിലേക്ക് സെയ്ഫ് അലി ഖാൻ വരികയും മറ്റേ റോളിലേക്ക് സഞ്ജയ് ദത്ത് വരികയൊക്കെ ചെയ്തു. അപ്പം അന്ന് ഇവർക്ക് പ്രൊഡ്യൂസർ സൈഡിലാണെങ്കിൽ തന്നെ ഒരു അത്യാവശ്യം ഒരു ഹെവി ആയിട്ടുള്ള റോൾ ആയതുകൊണ്ട് വിദ്യാ ബാലൻ ഓക്കെ ആയിരിക്കും. നേരത്തെ പറയുന്ന ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ഇവർ അഭിനയിച്ച സിനിമകൾ മുടങ്ങിപ്പോയതൊക്കെ ചിലപ്പോൾ അവിടെയും ഇന്ത്യൻ സിനിമാ ലോകം മുഴുവനും ചിലപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഇവരെ അഭിനയിപ്പിക്കണോ എന്നൊക്കെ. അപ്പോൾ സേഫിനാണെങ്കിൽ അന്ന് ഐശ്വര്യയോ അല്ലെങ്കിൽ അതുപോലുള്ള ആരെങ്കിലൊക്കെ മതി എന്നുള്ള ഒരു ഇതൊക്കെ ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ സംവിധായകൻ്റെ ഒരു പ്രദീപ് സർക്കാർ എന്ന സംവിധായകൻ്റെ ഒരു കോൺഫിഡൻസ് ആയിരുന്നു. അങ്ങനെ വിദ്യാ ബാലൻ സിനിമയിൽ അഭിനയിച്ചു. അതിൽ വിദ്യാ ബാലന് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ എനിക്കൊണ്ട് പുതുമുഖ നായികയ്ക്കുള്ള ഫിലിം ഫെയർ അവാർഡ് ഉൾപ്പെടെയുള്ള കുറച്ച് അവാർഡ്സൊക്കെ കിട്ടി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എന്താ പറയുക, പിന്നെ അവരുടെ ഒരു യാത്ര ശരിക്കും എന്താ പറയുക, പിന്നെ അങ്ങോട്ടൊന്ന് തുടങ്ങുക തന്നെയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരുപാട് സിനിമകൾ, ലഗേ രഹോ മുന്നാബായി, പിന്നെ ഗുരു എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഭാഗമായി അവർ കുറേ സിനിമകളുണ്ട്. അപ്പോൾ ഗുരുവിലൊക്കെ ശരിക്കും നമുക്കറിയാം അതിൽ ഐശ്വര്യയും അഭിഷേക് ബച്ചനെങ്കിലും, പക്ഷെ അതിൽ വളരെ പ്രധാനപ്പെട്ട റോളാണ് വിദ്യാ ബാലൻ ചെയ്തത്. അത് മണിരത്നം എന്ന് പറയുന്ന ഒരു സംവിധായകൻ വിളിച്ചാൽ ആരും പോകും. കാരണം അതിൽ ചെറിയ റോളാണെങ്കിൽ പോലും ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു ഡ്രീമാണ്. അങ്ങനെ കുറേ സിനിമകളൊക്കെ ചെയ്ത് പിന്നെ ഭൂൽ ഭുലയ്യ എന്ന് പറയുന്ന പ്രിയദർശൻ സിനിമ, നമ്മുടെ മണിച്ചിത്രത്താഴിൻ്റെ റീമേക്ക്, അതിൽ ശോഭന ചെയ്ത റോള് നമുക്കൊരിക്കലും ശോഭനയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല വിദ്യാ ബാലനെ. പക്ഷേ അവിടെ വിദ്യാ ബാലൻ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ വിദ്യാ ബാലൻ അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പോഷർ കിട്ടി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അവരുടെ ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അത് ഡർട്ടി പിക്ചർ എന്ന് പറയുന്ന നമ്മുടെ സിൽക്ക് സ്മിതയുടെയൊക്കെ ലൈഫിനെ ആസ്പദമാക്കിയിട്ടുള്ള ആ ഒരു സിനിമ, അതിന് അവർ അതിഗംഭീരമായിട്ട് ചെയ്തു. ആ ഒരു സിനിമയ്ക്ക് അവർക്ക് ആദ്യമായിട്ട് ഒരു നാഷണൽ അവാർഡ് വരെ കിട്ടി. അതായത് ആ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു അഭിനയിക്കാൻ അറിയില്ല എന്നും അല്ലെങ്കിൽ എന്താ പറയുക ഭാഗ്യമില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട അവിടെ നിന്ന് അങ്ങോട്ടുള്ള അവരുടെ ഒരു യാത്ര നാഷണൽ അവാർഡ് വരെ വിന്നിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബോളിവുഡിൽ വരെ വളരെ വിലപിടിപ്പുള്ള ഒരു നായികയായിട്ട് മാറാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. ഇതിനിടയ്ക്ക് പിന്നീട് അവർ മലയാളത്തിൽ ചെയ്തത് ഉറുമി എന്ന് പറയുന്ന സിനിമയിൽ നമ്മളവരെ കണ്ടു. ചെറിയൊരു വേഷമാണെങ്കിൽ പോലും അവർ ഉറുമിയുടെ ഭാഗമായി. ഇത് കഴിഞ്ഞ് പിന്നീട് ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മളവർ ആമി എന്ന് പറയുന്ന ഒരു സിനിമയുടെ അനൗൺസ്മെൻറ്റ് നമ്മുടെ സംവിധായകൻ മാധവിക്കുട്ടി കമല സുരയ്യയുടെ ജീവിതം ആസ്പദമാക്കി അഭിനയിക്കുന്നു എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ പോലെ ഒരു ആദ്യത്തെ സിനിമ ചക്രം, ആ സിനിമയിൽ ഇവരെ അഭിനയിപ്പിച്ച കമൽ തന്നെ ചെയ്യുന്നൊരു സിനിമയുടെ ഭാഗമാവുക എന്ന് പറഞ്ഞപ്പോൾ ഇവർ വന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊക്കെ പറഞ്ഞിരുന്നു, ഞാൻ വീണ്ടും മലയാളത്തിൽ വരികയാണ് എന്നൊക്കെ ഇവർ പറഞ്ഞിരുന്നതാണ്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ ആ സിനിമയിൽ നിന്ന് പിന്മാറി. അതിന് കമൽ തന്നെ ഒരിക്കൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായിട്ടുള്ളൊരു കാരണം ഇവർ പറഞ്ഞില്ല, ഇവർക്ക് ആ ക്യാരക്ടർ മനസ്സിലാവുന്നില്ല, സ്ക്രിപ്റ്റിൽ കൺഫ്യൂഷൻസ് ഉണ്ട്, എന്തൊക്കെയോ കാരണങ്ങളോട് ഇവർ പറഞ്ഞു. പക്ഷേ അത് കമൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ ചില അദ്ദേഹം പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ ഒരു പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടുള്ള എന്തൊക്കെയോ കളികളാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. എന്തായാലും വ്യക്തമായിട്ടൊരു കാരണം അറിയില്ല. അങ്ങനെയാണ് പിന്നീട് ആ റോള്
മഞ്ജു വാര്യർ വന്നത്. അപ്പോൾ നമുക്കറിയാം മഞ്ജു വാര്യർ ആ വേഷം ചെയ്ത് കഴിഞ്ഞപ്പോൾ മഞ്ജു വാര്യരുടേതായ രീതിയിൽ ചെയ്തു. പക്ഷെ ഒരുപാട് പേര് പറഞ്ഞു അത് വിദ്യാബാലൻ തന്നെയായിരുന്നു അതിന് ആപ്റ്റായിട്ട്, വിദ്യാബാലൻ വന്നിരുന്നെങ്കിൽ ആ സിനിമ വേറെ തരത്തിലോട്ട് എത്തുമായിരുന്നു എന്നൊക്കെ പിന്നീട് ക്രിട്ടിക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവർക്ക് അങ്ങനെ ആ ഒരു സിനിമ ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നെ അവർ ശ്രീദേവിയുടെ വലിയൊരു ആരാധികയും കൂടിയാണ്. അപ്പോൾ മിസ്റ്റർ ഇന്ത്യ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ ശ്രീദേവി ചാർലി ചാപ്ലിൻ്റെ ആ ഒരു വേഷത്തിൽ വന്നതുമല്ലോ. അപ്പോൾ അവർ എപ്പോഴും പറയാറുണ്ട് അതുപോലത്തെ ഒരു ക്യാരക്ടറൊക്കെ അവർക്ക് ചെയ്യാൻ വളരെ താല്പര്യമാണ്. നമ്മുടെ മലയാളി സംവിധായകനായ ശരത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതേപോലെ തന്നെ ചാർലി ചാപ്ലിനെ ബേസ് ചെയ്തിട്ടുള്ള ചാർലി ചാപ്ലിനായിട്ട് വിദ്യാബാലനെ എന്ന് പറഞ്ഞാൽ അന്നൊരു അനൗൺസ്മെൻറ്റ് ഇതേപോലെ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ എൻ്റെ ന്യൂസ് കിടക്കുന്നുണ്ട്, വിദ്യാബാലൻ ആ ഒരു റോളിലോട്ട് വരുന്നു, വിദ്യാബാലൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് ഞാൻ പറയാൻ പോവുകയാണ് ബോംബെയിൽ എന്നൊക്കെ ശരത്ത് അന്ന് ഏതൊക്കെയോ ചില മീഡിയാസിലൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അത് സംഭവിച്ചില്ല. പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ ബയോപിക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് വിദ്യാബാലൻ ഒരിക്കൽ പറഞ്ഞിരുന്നു. പക്ഷേ അതും സംഭവിച്ചിട്ടില്ല. എന്തായാലും അവർ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തു. അവർ നമുക്കറിയാം സിദ്ധാർത്ഥ് റോയ് കപൂർ എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണ് അദ്ദേഹമാണ് വിദ്യാബാലൻ്റെ ഹസ്ബൻഡ്. ഇപ്പോൾ അവരൊരു ഫാമിലി ലൈഫും പ്രൊഫഷണൽ ലൈഫൊക്കെ അവർ ഒരുപാട് ഒരുമിച്ച് കൊണ്ടുപോവാണ്. എന്തായാലും അവർ ഏകദേശം 47 വയസ്സായിരുന്നു. 79 ജനുവരി 1 അവർ ജനിച്ചത്. എന്തായാലും ഇനിയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരുപാട് യാത്രകൾ, കുറച്ച് നല്ല ക്യാരക്ടർ റോൾസിലേക്കൊക്കെ അവർ തിരിയാൻ പോവുകയാണെന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും വിദ്യാബാലൻ എന്ന് പറയുന്ന ഒരു നടിയുടെ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ ചക്രവും കളരി വിക്രമൻ്റെ ഒക്കെ ന്യൂസുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞതല്ലാതെ നിങ്ങൾക്ക് ആ ഒരു സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകൾ നമുക്ക് ഷെയർ ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ വിദ്യാബാലൻ ആദ്യം അഭിനയിച്ച സീരീസ് എക്താ കപൂറിൻ്റെ, അതിൻ്റെ സീസൺ 2 ഒക്കെ പിന്നീട് കുറേ കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമൊക്കെ വന്നിരുന്നു. എനിക്കൊന്ന് വിദ്യാബാലൻ അല്ലായിരുന്നു അതിൻ്റെ ഭാഗമായിരുന്നു തോന്നുന്നു. അപ്പോൾ ആ വിദ്യാബാലൻ്റെ തുടക്കാലത്ത് ഈ പറയുന്ന ഒരു സീരീസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിദ്യാബാലൻ്റെ ക്യാരക്ടേഴ്സ്, സിനിമകൾ നമുക്ക് കമൻറ്റ് ചെയ്യാം.